എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. മനശക്തി വേണടാ, മനശക്തി. ഓ, മനശക്തി. സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? ഇഷ്ടമുള്ള കിണറ്റിന്ന് കോരി കുടിച്ചാലല്ലേ ദാഹം മാറൂ. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. വേറും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ. പാവം, ധാരണ മനോരോഗ, തലമുടിയിലെങ്കിലും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ. പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇവർ പീഡനാരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇത്തരം തുറന്ന പറച്ചിലുകൾ നമ്മൾ കാണുന്നു. മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? സ്വിമ്മിംഗ് പൂളിൽ ചെന്നാൽ അവിടെ, ക്ലബിൽ ചെന്നാൽ അവിടെ, എന്നാ സ്വസ്ഥമായിട്ടൊരു വിദേശ രാജ്യത്ത് ചെല്ലാന്ന് വെച്ചാൽ ഇവിടെ. കേശ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, അങ്ങനെ സിനിമയിലെ വമ്പന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മിനു കുര്യൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഞാനന്ന് ഹോട്ടൽ മുറി വന്ന് ഓർമ്മിക്കുന്നില്ലേ, വിഗൊക്കെ വെച്ച് വേറൊരു ഗെറ്റപ്പില് ടച്ചിങ്സ് റെയ്ഡ്, പോലീസ് റെയ്ഡ്. നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി ടച്ചിങ്സ് അങ്ങ് തുടങ്ങിയാലോ? പ്ലീസ്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. അപ്പൊ ചേച്ചി നാളെ കാണാം, വരട്ടെ. ചേച്ചി ബൈ. Bye.